എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സന്തോഷമുണ്ട്, നിങ്ങൾക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് അഭിമാനം എന്നുള്ളൊരു വാക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അഭിമാനം, ആത്മാഭിമാനം, മനുഷ്യാഭിമാനം, അങ്ങനെ എന്തു വേണമെങ്കിലും അതിനെടുത്തോളൂ. അഭിമാനമാണ് കേട്ടോ. ഈ അഭിമാനം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു സംഭവമാണ്. മലയാളികൾ അഭിമാനികളാണ്, വളരെയധികം അഭിമാനികളാണ്. പലപ്പോഴും അതുകൊണ്ടാണ് മറ്റുള്ളവർ മുമ്പിലേക്ക് കൈ നീട്ടാൻ പോലും എത്ര തന്നെ പരിതാപകരമാണ് ജീവിതമെങ്കിലും മലയാളികൾ ഒന്നും മടിക്കും. ഇന്ന് ഒരു ഫോട്ടോ കാണിച്ചു തരാം. അത് ഇങ്ങനെയാണ്. ഇതാ, നിങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്, വായിക്കണം. വായിച്ചോ? എല്ലാവരും വായിച്ചോ? ശരി, ഇനി ഞാനും വായിക്കാം. PMAY വീട് നിർമ്മിക്കുമ്പോൾ ബോർഡ് വെക്കേണ്ടി വരും. കേന്ദ്ര നിബന്ധന അംഗീകരിച്ചാണ് MOU ഒപ്പിട്ടത് മുഖ്യമന്ത്രി. നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് തുടക്കത്തിൽ വരുന്നതിന് മുമ്പേ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒരു തല്ലും പിടിക്കും ഞങ്ങളില്ല. തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്. അതായത് BJP ഗവൺമെന്റ് എന്തൊക്കെ തീരുമാനമെടുക്കുന്നോ അത് ഞങ്ങൾ അനുസരിച്ചോളാമേ എന്ന് തുടക്കത്തിലെ ഇവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത്. PMAY, നമ്മളതിനെ ലൈഫ് പദ്ധതി എന്ന് പറയും. ഈ ലൈഫ് പദ്ധതി പ്രകാരം വീട് വയ്ക്കുമ്പോൾ ഒരു 5 ലക്ഷമാണ് ചിലവാകുമെന്ന് വിചാരിക്കൂ. 5 ലക്ഷത്തിലെ ഏകദേശം 4 ലക്ഷത്തോളം നമ്മുടെ കേരള ഗവൺമെൻറ് എടുക്കുകയും വെറും 1 ലക്ഷം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് തരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ. അങ്ങനെ ഒരു വളരെ കുറഞ്ഞ തുകയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. മാക്സിമം നമ്മൾ കേരള ഗവൺമെൻറ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതായിട്ട് പോലും അവിടുന്ന് കിട്ടാനുള്ള പൈസയുടെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒരു എംബ്ലം വെക്കണമെന്നാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഉമ്മറത്ത് ആളുകൾ കയറി വരുമ്പോൾ തന്നെ ആ എംബ്ലം കണ്ട് കാണും. എങ്ങനെ ഉണ്ടാവും? ഭയങ്കര അഭിമാനം തോന്നില്ല നമുക്ക്? ഭയങ്കര അഭിമാനവും നമുക്ക് ഫീൽ ചെയ്യാം. വാവ്, സഹായധനം കൊണ്ട് ലഭിച്ച വീട്, അങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. ആ എംബ്ലം കണ്ടാൽ തന്നെ തോന്നും ഇവരേത് പരമദരിദ്രരാണ്, ഗവൺമെന്റിന്റെ സഹായം കൊണ്ട് ഉണ്ടാക്കിയ വീട്ടിൽ കുത്തിരിക്കുന്നവരാണ്, ഇവിടേക്ക് നമ്മൾ പെണ്ണ് കൊടുക്കണാച്ചോ എന്നൊക്കെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ അഭിമാനക്ഷതം വരുന്ന രീതിയിൽ ഇതെന്തോ നമുക്ക് ദാനം കിട്ടിയ വീടാണെന്ന രീതിയിൽ ഒരു എംബ്ലമൊക്കെ ഉണ്ടാവും. എന്തിനാണത്? എന്തിനാണ്? നമുക്ക് ദാനം കിട്ടുന്നതാണോ ഇത്? ആണോ? അല്ലല്ലോ. നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരേണ്ടതാണ്. അത് നമ്മുടെ അവകാശമല്ലേ? നമുക്ക് അവകാശപ്പെട്ടൊരു വീട് തരുമ്പോൾ അവരതിൽ ഇത്രത്തോളം എംബ്ലം വെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്ത് നാട്ടിലാണ് ജീവിച്ചിരിക്കുന്നത്? ശരി, ഇനി നമുക്കൊരു 10 വർഷം കഴിഞ്ഞൊരു 10 വർഷത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിലെ വീടുകൾക്കൊന്നും ഇങ്ങനത്തെ എംബ്ലമില്ല. അതെന്താ? എന്തുവാ സുഹൃത്തുക്കളെ എംബ്ലം ഇല്ലാത്ത? ലൈഫ് പദ്ധതി വീട് കണ്ടിട്ടില്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ടാവില്ലേ? ആ വീടുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് പോയി നോക്ക്. അവിടെ ഉമ്മറത്തോ മുറ്റത്തോ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു എംബ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. അതാണ് പിണറായി വിജയൻ. അന്ന് അദ്ദേഹം പറഞ്ഞതാ, ഞങ്ങൾ വീട് കൊടുക്കും, പക്ഷെ എംബ്ലം വയ്ക്കത്തില്ല. മലയാളികളുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തരത്തിലുള്ള സിഗ്നലും ഒരു തരത്തിലുള്ള സിമ്പലുകളും അതിൻ്റെ മേലെ ഉണ്ടാവത്തില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ താങ്കളൊന്നും നിങ്ങളൊന്നും തരുന്ന പൈസ വേണ്ട, ഞങ്ങൾ സ്വന്തമായിട്ട് വീട് നിർമ്മിക്കാൻ പൈസ കൊടുത്തോളാം എന്നൊരു തീരുമാനം അന്ന് എടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എംബ്ലം വെച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ ഈ ഒരു പുതിയ ഗവൺമെന്റ് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ തല്ലും പിടിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ MOU ധാരണപത്രം, MOU വെച്ച് കഴിഞ്ഞാൽ മെമ്മോറാണ്ടം അതിന് പറയും. ആ ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടതുകൊണ്ട്, ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിട്ടതുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ എംബ്ലം വെക്കണമെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം എന്താ എംബ്ലം വെക്കാതിരുന്നത്? ഇതേ മെമ്മോറാണ്ടം ഒപ്പിട്ടിട്ടല്ലേ കഴിഞ്ഞ 10 വർഷവും പൈസ വാങ്ങിച്ചിരുന്നത്? എന്താ എംബ്ലം വെക്കാഞ്ഞ്? അത് കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്നത് ജനങ്ങൾ അഭിമാനം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്മാതിരി പരിപാടി വേണ്ടട്ടാ എന്ന് അദ്ദേഹം അന്ന് തീരുമാനിച്ചിരുന്നു. എന്തായാലും ആ പരിപാടിയൊക്കെ മാറാൻ പോവുകയാണെന്നേ. ഇനി അങ്ങോട്ട് നിങ്ങൾ ആരെങ്കിലും ഗവൺമെന്റ് ഇത്തരം സഹായത്തോടെ നിങ്ങൾ വീട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുൻപിൽ ഒരു മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് PMAY പ്രകാരം കിട്ടിയ വീട് എന്ന് പറയുന്ന ആ ഒരു ചിഹ്നം ഉണ്ടായിരിക്കും. ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഗഡു പൈസ കിട്ടൂല എന്ന് പറയും.
നിങ്ങളത് എഴുതി വയ്ക്കാൻ നിർബന്ധിതരാവും. നിങ്ങളെ കുട്ടികളുടെ കൂട്ടുകാരുമൊത്ത് നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ, ഓ, നിങ്ങൾ ഗവൺമെൻറ് ദാനം തന്ന വീട്ടിലാണല്ലേ നിങ്ങൾ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴുണ്ടാവുന്ന അഭിമാനക്ഷതമൊന്നും ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. സോക്കോൾ ഉത്തരേന്ത്യയിൽ അവിടെ എന്താ പറയുക, വീടിൻ്റെ മുറ്റും ഉമ്മാരെ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുകയാണ്. അവർക്ക് ഈ പറഞ്ഞ പരിപാടി ഇല്ലെന്നേ. ഇല്ല. നമ്മൾ മലയാളികൾ പോലെ അല്ല അവർക്കിതില്ല എന്നുള്ളതുകൊണ്ട് അവരൊക്കെ എഴുതി വയ്ക്കും. വളരെ പാവങ്ങളാ. ആകെ ചിലപ്പോൾ 2 ലക്ഷം കിട്ടുന്നുണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ 1 ലക്ഷവും കിട്ടുന്നുണ്ടാവുക. ബാക്കി 1 ലക്ഷം പല വിധത്തിൽ പോയിണ്ടാവും. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വാർത്ത വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ആളുകളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അല്ല സാർ, ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കാൻ പറയുമോ? അപ്പോഴതാ വീണ്ടും വായിച്ചോ. ഇങ്ങനത്തെ വാർത്ത റിപ്പോർട്ടർ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കപ്പെടുന്നത്. PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കും. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കില്ല, പക്ഷെ എംബ്ലം പതിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ബോണസ് നൽകുന്ന മാർഗനിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. ഇനി താഴത്തൊരാൾ എഴുതിയിട്ടുണ്ട്, LDF സർക്കാർ കൊടുത്ത 5 ലക്ഷം വീടുകൾ എംബ്ലമില്ല. എംബ്ലം ഉണ്ടെങ്കിലും ഇനി കുഴപ്പമില്ല, MDMA കൊടുക്കാതിരുന്നാൽ മതി എന്ന് ഒരാൾ ഗംഭീര കമന്റ് അടിച്ചിരിക്കുന്നു. അപ്പോൾ ചിരിച്ചു നിൽക്കുന്ന 2 ആൾക്കാരെ ഫോട്ടോ തീർച്ചയായിട്ടും വരുമല്ലേ എന്ന് വേറെ ആളൊരു കമന്റ്. ചുരുക്കത്തിൽ വീടിന് അടച്ചുറപ്പുള്ള വാതിലുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് പകരം വീടിന്റെ ഭിത്തിയിൽ ഫോട്ടോ വേണോ അതോ എംബ്ലം വേണോ എന്ന കാര്യത്തിൽ മാത്രം ഇതൊരു വല്ലാത്തൊരു സ്ട്രാറ്റജിക്കൽ തീരുമാനമായി പോയി. എന്തെങ്കിലും ഒരല്പം മലയാളികൾ അഭിമാനം കാത്തു സൂക്ഷിക്കണമെന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത്, എനിക്കൊരു സംശയമില്ലേ, ഞങ്ങൾ എംബ്ലം വെക്കില്ല. അങ്ങനെ കഴിയുമ്പോൾ മാത്രം നിങ്ങൾ ആ പണം ഞങ്ങൾക്ക് തന്നാൽ മതി. അല്ലെങ്കിൽ ആ പണം വേണ്ടെന്നേ. ഞങ്ങളുടെ നാട്ടിലത്തെ ആളുകൾക്ക് വീട് വയ്ക്കാനുള്ള പണം ഞങ്ങൾ കൊടുത്തോളാമെന്നേ എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം. അതിന് ആർജവം വേണം. ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ മലയാളികൾ വലിയ അഭിമാനികളാണ് അല്ലേ? സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് ചില പാട്ടുകൾക്കൊക്കെ ഭയങ്കര അർത്ഥമുണ്ടെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് അല്ലേ? നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകരെ, ചോര കൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ, മറക്കുകയില്ലൊരു നാളും നമ്മൾ രക്തസാക്ഷികളെ. ബൈ.